മഹാരാഷ്ട്രയിൽ പോരാട്ടം മുറുകുമ്പോൾ പല അപൂർവതകൾക്കും ആ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും NCPയും തമ്മിലായിരുന്നു പോരാട്ടം. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും NCPയും തമ്മിലായിരുന്നു പോരാട്ടം, അതായത് പിളർപ്പിന് മുൻപ്. എന്നാൽ ഇത്തവണ ശിവസേനയിലെ രണ്ട് പക്ഷവും NCPയിലെ രണ്ട് പക്ഷവും പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ശിവസേനകൾ കൊമ്പുകോർക്കുന്ന 53 സീറ്റിൽ 44 രംഗത്തുള്ളത് സിറ്റിംഗ് MLA മാരാണ്. പിളർപ്പിന് മുൻപ് ശിവസേനയ്ക്ക് 56 MLA മാരുണ്ടായിരുന്നു. ഇതിൽ 41 പേരാണ് നിലവിൽ ഷിൻഡെക്കൊപ്പമുള്ളത്. 15 പേർ ഉദ്ധവ് താക്കറെക്കൊപ്പം നിൽക്കുന്നുണ്ട്. പാൽഘറിൽ നിന്നുമുള്ള ശ്രീനിവാസ് വാങ്ക, ലോക്സഭയിലേക്ക് ജയിച്ച രവീന്ദ്ര വൈക്കർ, സന്ദീപൻ ബുംറെ എന്നിവരൊഴിച്ച് ബാക്കി 38 പേരെയും ഷിൻഡെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ഷിൻഡെ മത്സരിക്കുന്ന താനെയിലെ കോപ്രി പച്പാഗഡി മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഗുരു ആനന്ദ് ധിഖയുടെ അനന്തരവൻ കേദാർ ധിഖയാണ് ഉദ്ധവ് പക്ഷം സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ബർലിയിൽ ഉദ്ധവ് താക്കറെയുടെ മകനും മുൻ മന്ത്രിയുമായ ആദിത്യ താക്കറെക്കെതിരെ മത്സരിക്കുമ്പോൾ മുൻ കോൺഗ്രസ് നേതാവും നിലവിൽ ഷിൻഡെ പക്ഷ രാജ്യസഭാംഗവുമായ മലിൻ ദേവറയാണ് എതിരാളി. മുംബൈ മെട്രോപൊളിറ്റൻ പ്രദേശത്ത് ഇരു സേനകളും ഏറ്റുമുട്ടുന്നത് 20 സീറ്റിലാണെന്നത് പോരാട്ടം കടുപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കേന്ദ്രമായ കൊങ്കണിൽ 6 സീറ്റിലും ഈ പാർട്ടികൾ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട്. അജിത് പവാർ, ശരത് പവാർ NCPകൾ നേരിട്ട് ഏറ്റുമുട്ടുന്നത് 36 ഇടങ്ങളിലാണ്. 15 മണ്ഡലങ്ങൾ പശ്ചിമ മഹാരാഷ്ട്രയിലും 7 സ്ഥലങ്ങൾ വടക്കൻ മഹാരാഷ്ട്രയിലുമാണുള്ളത്. മറാത്ത്വാഡയിൽ 5, വിദർഭയിൽ 4, മുംബൈയിൽ 1, മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിൽ 2, കൊങ്കണിൽ 2 എന്നിവിടങ്ങളിൽ ഈ പാർട്ടികൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അതിൽ എടുത്തു പറയേണ്ടതാണ് ബാരാമതിയിലെ മത്സരം. സഹോദരൻ ശ്രീനിവാസ് പവാറിന്റെ മകൻ യുഗേന്ദ്ര പവാറാണ് ബാരാമതിയിൽ അജിത് പവാറിന്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അജിത് പവാർ 35 സിറ്റിംഗ് MLA മാർക്കും ശരത് പവാർ 15 സിറ്റിംഗ് MLA മാർക്കുമാണ് സ്ഥാനാർത്ഥിത്വം നൽകിയത്. അതേസമയം മോദിയും അമിത്ഷായും കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ പരിഹസിക്കാത്ത പ്രസംഗങ്ങളില്ല. എന്നാൽ മഹാരാഷ്ട്രയിലെ ഇരു സഖ്യങ്ങളിലും നേതാക്കളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമായി നിരവധി പേർ പട്ടികയിൽ ഇടം നേടിയിട്ടുമുണ്ട്. BJP ഇതിൽ നിന്നും വ്യത്യസ്തരല്ല എന്ന് ചുരുക്കി പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയിൽ ചേർന്ന മുൻ മുഖ്യമന്ത്രി അശോക് ചവാന്റെ മകൾ ശ്രീജയ ചവാൻ പരമ്പരാഗത മണ്ഡലമായ ഭോക്കറിൽ നിന്നും മത്സരിക്കുകയാണ്. മലാഡ് വെസ്റ്റിൽ നിന്നും BJP മത്സരിപ്പിക്കുന്നത് പാർട്ടി അധ്യക്ഷൻ ആശിഷ് ഷെലാറിന്റെ സഹോദരൻ വിനോദ് ഷെലാറിനെയാണ്. ആശിഷ് ഷെലാർ വീണ്ടും മത്സരിക്കുക ബാന്ദ്ര വെസ്റ്റിൽ നിന്നാണ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അലഹ്യനഗർ ജില്ലയിലെ ശ്രീഗൊണ്ട മണ്ഡലത്തിൽ നിന്നുമുള്ള സിറ്റിംഗ് MLA ബാവൻഡാവു മത്സരത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. പകരം ഭാര്യ പ്രതിഭ പുഷ്പട്ടെയാണ് മത്സരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ശിവസേന പ്രവർത്തകന് നേരെ വെടിയുതിർത്ത കല്യാൺ ഈസ്റ്റിൽ നിന്നുമുള്ള MLA ഗൺപത് ഗോയ്ക്വാദ് ജയിലിലാണ്. ഈ നേതാവിന് പകരം ഭാര്യ സുൽഭ ഇവിടെ മത്സരിക്കുന്നുണ്ട്. കുടുംബവാഴ്ചയെ BJP പരിഹസിക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളാവുന്നത് BJPക്കാരാണെന്ന യാഥാർത്ഥ്യവും മുന്നിലുണ്ട്.